കഴിഞ്ഞിട്ട് രാജേഷ് ചിറപ്പാടിന് ആ നിയമനത്തിൽ ഇനിയും സംശയമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് രാജേഷ് ചിറപ്പാടിന് പത്മകുമാറും വാസുവും അതുപോലെ പ്രശാന്തും വിജയകുമാറും ശങ്കർദാസും അടക്കമുള്ള CPM നേതാക്കന്മാർ പ്രതിയായിട്ടുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ലാത്തത്? CPM-നെ കുറിച്ച് ഒരു സംശയമില്ലാത്തത്? താങ്കൾ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യം ഒക്കെ വല്ലാത്ത സംശയം? അരിയാഹാരം കഴിക്കുന്നു. എന്താ CPM-കാർ ജയിലിൽ പോയപ്പോൾ താങ്കൾ അരിയാഹാരം ഒഴിവാക്കി ഗോതമ്പിന്റെ ആഹാരമാണ് കഴിച്ചുകൊണ്ടിരുന്നത്? CPM-കാർ ജയിലിൽ പോയപ്പോൾ 2019 നടന്ന ഒരു കാര്യം റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കണ്ടുപിടിച്ച് അന്വേഷിക്കാൻ ഉത്തരവിടുന്നവരെ 2025 വരെ 6 വർഷക്കാലം മൂടിവെച്ച് ഈ അമ്പലക്കള്ളന്മാരെ പോറ്റി വളർത്തിയ കാലത്ത് 6 കൊല്ലക്കാലം താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഗോതമ്പിന്റെ ഭക്ഷണം മാത്രമാണ് കഴിച്ചുകൊണ്ടിരുന്നത്? ആണോ? ഇപ്പൊ പറയുന്നതിന് ഒരു മര്യാദ വേണ്ടേ? പിന്നെ ആഗോള അയ്യപ്പ സംഗമം തന്നെ ഒരു ഭൂലോക തട്ടിപ്പായിരുന്നു. അതിന് തന്നെ ഊരാളുങ്കൽ നോക്കുകൂലി വാങ്ങി കിടന്ന കിടക്കയടക്കം അടിച്ചുകൊണ്ടുപോയി. നാളിതുവരെ കൃത്യമായിട്ട് കണക്ക് വയ്ക്കാൻ പറ്റിയിട്ടില്ല, കണക്ക് കൊടുത്തു തീർക്കാൻ പറ്റിയിട്ടില്ല, പറഞ്ഞു തീർക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ ഭൂലോക തട്ടിപ്പ് നടത്തിയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്ഷണിച്ചില്ലെന്ന് കൊതിക്കറവ് പറഞ്ഞത് UDF പറഞ്ഞിട്ടാണെന്നാണ് നിങ്ങൾ പറയുന്നത്. പോറ്റി വന്ന കാലം മുതൽ അന്വേഷിക്കണം. പോറ്റി ശബരിമലയിൽ വന്ന കാലം മുതൽ, അമ്പലത്തിൽ വന്ന കാലം മുതൽ, അങ്ങനെ പോറ്റി സ്കൂളിൽ പഠിച്ചപ്പോഴുള്ള കാലം മുതൽ അന്വേഷിക്കുക. പോറ്റി സ്കൂളിൽ പഠിച്ചപ്പോൾ തൊട്ടുള്ള കാലം അന്വേഷിച്ചോ? ഒരാള് കളവ് കേസിൽ പിടിക്കപ്പെട്ടു, ആ കളവ് നടന്ന കാലം അന്വേഷിക്കാം, അതിന് മുമ്പുള്ള കാലം അന്വേഷിക്കാം. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 2019 മുതൽ 25 വരെ 6 വർഷക്കാലം അത് മൂടി വെച്ച് സംരക്ഷിച്ചതാരാ? LDF-ന്റെ പിണറായി വിജയന്റെ സർക്കാരല്ലേ?